ഇത് 27/2/2026 പോർട്ടിൻ്റെ ഉത്തരവാണ്. ഇതും ഇപ്പോൾ ഞങ്ങൾ കോൺഗ്രസിൻ്റെ ആളുകളെല്ലാം പറയുമ്പോൾ അവർ ഒപ്പിച്ച് പോയുള്ളൂ, ബാക്കിയെല്ലാം ഇപ്പോഴാണ് വന്നത്. ഇത് ഈ ഫെബ്രുവരിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്, ഞങ്ങളുടെ ഗവൺമെൻറ് തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം ഫെബ്രുവരിയിൽ തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പോർട്ടിൽ പോയി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലാൻഡെല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്യാമറയ്ക്ക് അവിടെ അനുവദിക്കുമെന്ന് പോർട്ടുകാരെ അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും നിങ്ങൾ നോക്കിയാൽ ഇത് പൂർണ്ണമായിട്ടും കാണാൻ കഴിയും. അത് ചെറിയ പദ്ധതിയാണ്. പക്ഷെ ആ പദ്ധതി ഞങ്ങളന്ന് കൊട്ടിഘോഷിച്ച് ടാറ്റ എന്ന് പറയാതിരുന്നത് ടാറ്റയുടെ സബ്സിഡറി എന്നേ പറഞ്ഞുള്ളൂ. കാരണം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സ്ഥാനത്തിരിക്കുമ്പോൾ പറയുമ്പോൾ വസ്തുതാപരമായിരിക്കണം. അതിൽ ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് ഉണ്ട്. ഈ പദ്ധതി അവരിപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. അതിൽ ഗവൺമെൻറ് ഇപ്പോൾ MOUൻ്റെ അടിസ്ഥാനത്തിലുള്ള കരാർ വെറ്റ് ചെയ്തിട്ട് അവർ ഒപ്പിടേണ്ടതുണ്ട്. ഗവൺമെൻറ്റിൽ MOU മലബാർ സിമെൻറ്റ്സ് ഒപ്പുവയ്ക്കേണ്ടതുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകലാണ് ചെയ്യേണ്ടത്. അപ്പോൾ വസ്തുതയുമായ ഒരു ബന്ധമില്ലാതെ ഇരിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, ആധികാരികമെന്ന മട്ടിൽ ഉറച്ച് അവതരിപ്പിക്കുമ്പോൾ നാടിനുണ്ടാകുന്ന ക്ഷീണം. ഇപ്പോൾ നോക്കൂ, ടാറ്റ ഇങ്ങനെ നിഷേധിക്കേണ്ടി വന്നത് ആദ്യമായിട്ടായിരിക്കുമല്ലോ. അവർ നേരിട്ട് നിഷേധിക്കുമ്പോൾ ഉണ്ടാകുന്ന എംബ്രാസ്മെന്റ് ഓർത്തിട്ടായിരിക്കും അവരുടെ പ്രധാന ആളുകൾ കോട്ട് ചെയ്യുന്നത്. അത് വരുമ്പോൾ ഇപ്പോൾ ഇനി അവരുടെ സമീപനം എന്തായിരിക്കും കേരളത്തെക്കുറിച്ച്? ബൈക്കില്ലേ എന്തെങ്കിലും പറയാൻ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ചെയർമാനെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നിന്ന് വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ട് ഈ ചിത്രം പ്രസിദ്ധപ്പെടുത്താമോ, എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാം, അത്രേ പറയാൻ പാടുള്ളൂ. കാരണം അങ്ങനെ ചർച്ചകൾ നമ്മൾ ചുമതലയിരിക്കുമ്പോൾ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ, MLA ആയിരിക്കുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് അഭിപ്രായമൊക്കെ പറയാം. മറ്റ് കോർപ്പറേറ്റുകൾ ഇനി ഭയപ്പെടില്ലേ? ഇവരിങ്ങനെ